ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ സംസ്കൃതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7th നമ്മൾ സി ബി എസ് ഇ ക്ലാസ്സാണ്. ദീപകൻ ടെക്സ്റ്റ്. അതിൽ നമ്മൾ അതായത് തൃതീയ പാഠ മിത്രായ നമഃ. മിത്രനായിക്കൊണ്ട് നമസ്കാരം. അതിനെക്കുറിച്ച് പറയുകയാണ്. അതായത് യോഗാഭ്യാസം, യോഗാസനങ്ങളെക്കുറിച്ച് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് മാത്രം പഠിച്ചു. നമ്മൾ പേജ് നമ്പർ 30 പേജ് നമ്പർ 30 ലാസ്റ്റ് വരെ പഠിച്ചു. അപ്പോൾ അതിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസും പറഞ്ഞു അല്ലേ. അതായത് സൂര്യ നമസ്കാര കതീനാം ആസനാനാം സമാഹാര അസ്തി. എത്ര ആസനങ്ങളുടെ സമാഹാരമാണ്? ദ്വാദശാനാം. പിന്നെ സൂര്യ നമസ്കാരസ്യ പ്രഥമ മന്ത്ര കഃ. ആദ്യത്തെ മന്ത്രമാണ് എന്ത്? ഓം തുടങ്ങും അല്ലേ. ഓം മിത്രായ നമഃ. അവിടെ സൂര്യൻ എന്ന് പറയുന്നത് സൂര്യന് പല 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 പേരുകളുണ്ട്. അതിലൊന്നാണ് മിത്ര. അപ്പം മിത്രായ നമഃ, അത് ചതുർത്ഥി വിഭക്തിയാണ് മിത്രായ. ഇനി നമുക്ക് വയ്ക്കേണ്ട നമഃ എന്നൊരു വാക്ക് വന്നാൽ, നമഃ എന്ന് പറഞ്ഞാൽ സല്യൂട്ടേഷൻ, നമസ്കാരം. നമഃ എന്നൊരു വാക്ക് വന്നാൽ അതിനോട് ചേരുന്ന നാമപദങ്ങളെല്ലാം എങ്ങനെയായിരിക്കും? ചതുർത്ഥി വിഭക്തിയിലാണ് വരുന്നത്. നമഃ വരുമ്പോൾ ചതുർത്ഥി വിഭക്തി. അതിന് ഉദാഹരണമാണ് മിത്രായ നമഃ. മനസ്സിലായില്ലേ? പിന്നെ അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പേജ് നമ്പർ 31 ആദ്യം ആചാര്യ അത്യുത്തമം മിളിത്വാ വദന്തു. ഞാൻ പറഞ്ഞു ലോട്ടാണ്. ഭവതു ഭവതാം ഭവന്തു. അതുപോലെ വദതു വദതാം വദന്തു, പറഞ്ഞാലും എന്നുള്ളതിനെ കാണിക്കുന്നത്. അപ്പം മിളിത്വ എന്ന് പറഞ്ഞാൽ ടുഗെദർ, ഒന്നിച്ച് നമുക്ക് അത് ഒന്നിച്ച് പറയുന്നു. അത് ഓരോന്നായിട്ട് പറയുകയാണ്. ഛാത്രാഹ പറയുന്നു, നോക്കിക്കോളൂ. ഓം മിത്രായ നമഃ. ഓം ഭാനവേ നമഃ. ഓം ഹിരണ്യഗർഭായ നമഃ. ഓം സവിത്രേ നമഃ. ഓം രവയേ നമഃ. ഓം ഖഗായ നമഃ. ഓം മരീചയേ നമഃ. ഓം അർക്കായ നമഃ. ഓം സൂര്യായ നമഃ. ഓം പൂഷ്ണേ നമഃ. ഓം ആദിത്യായ നമഃ. ഓം ഭാസ്കരായ നമഃ. ഇങ്ങനെ കുറേ പേരുകൾ പറഞ്ഞു. ഈ പേരുകളെല്ലാം എന്താണ്? സൂര്യൻ്റെ പര്യായ പദങ്ങളാണ്. സൂര്യ നമസ്കാരത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം സൂര്യൻ്റെ പര്യായ പദങ്ങളാണിത്. ഇതെല്ലാം ആ സൂര്യ നമസ്കാരം ദൈവം പറയുന്നു എന്നാണ്. ആദ്യത്തേത് ഓം മിത്രായ നമഃ. അപ്പം മിത്ര ശബ്ദം കിട്ടിയില്ലേ? സൂര്യൻ എന്ന മിത്രായ നമഃ കഴിഞ്ഞ് നമഹയ്ക്ക് മുമ്പ് എന്ത് ചേർത്തു? ചതുർത്ഥി വിഭക്തിയും വന്നു. അത് കഴിഞ്ഞിട്ട് രവയേ നമഃ. ഇപ്പുറത്ത് രവയേ നമഃ. രവിഹി എന്നുള്ളത്, രവി നമ്മൾ മലയാളത്തിലൊക്കെ സാധാരണ പറയണം. രവിഹി എന്ന് പറയുമ്പോൾ സൂര്യനാണ്, സണ്ണാണ് രവിഹി. അപ്പോൾ ആ രവി എന്ന് പറയുമ്പോൾ ഈയിൽ അവസാനിക്കുന്നതല്ലേ. അപ്പോൾ ഈയിൽ അവസാനിക്കുന്നത് മറ്റതുപോലെയല്ല, മിത്രായ പോലെയല്ല, അകാരത്തിൽ അവസാനിക്കുന്ന പോലെയല്ല. ഇത് രവയേ. രവി പറയുമ്പം ഇകാരാന്തമാണ്. അപ്പോൾ ചതുർത്ഥി വിഭക്തി രവയേ. രവയേ പറയുമ്പോഴത്തേക്ക് രവിഹിയാണ്. രവിഹി ചതുർത്ഥി. രവിഹിയുടെ ചതുർത്ഥി ഏകവചനം. ബാക്കി രൂപങ്ങൾ രവയേ, രവിഭ്യാം, രവിഭ്യഃ എന്നാണ്.
ആദ്യം മിത്രായ, മിത്രാഭ്യാം, മിത്രേഭ്യ. പിന്നെ അടുത്ത സൂര്യായ നമഃ. സൂര്യ അത് അകാരാന്തമാണ്. അപ്പോൾ മറ്റതുപോലെ മിത്രായ പോലെ സൂര്യായ നമഃ, സൂര്യനായിക്കൊണ്ട് നമസ്കാരം. പിന്നെ അടുത്തത് ഭാനവേ. ഭാനവേ എന്നുള്ളത് ഭാനു ശബ്ദമാണ്. ഭാനവേ, ഭാനുവിനായിക്കൊണ്ട് ഭാനവേ. ഭാനുഹു എന്ന് പറയുമ്പോൾ എന്താ അവസാനിക്കുന്നത്? ഭാനുഹു ഉകാരാന്തമാണ്, ഊയിൽ അവസാനിക്കുന്നു. അപ്പോൾ അകാരാന്തവും ഇകാരാന്തവും പോലെയല്ല, കുറച്ച് മാറ്റമായിരിക്കും. ഭാനവേ, രവേ പോലെ തന്നെ വരുന്നു അല്ലേ. ഭാനവേ നമഃ, ഭാനുവിനായിക്കൊണ്ട് നമസ്കാരം, ഭാനു സൂര്യൻ. ഖഗായ നമഃ. ശരിക്കും നമ്മൾ ഖഗഹ എന്ന് പറയുമ്പോൾ ബേർഡ് എന്നുള്ള അർത്ഥം വരുന്നല്ലേ, പക്ഷെ ഇവിടെ സൂര്യനും പറയുന്നുണ്ട്. ഖഗായ നമഃ, ഖഗഹ അകാരാന്തമാണ്. പിന്നെ പൂഷ്ണേ നമഃ. പൂഷ്ണേ നമഃ, പൂഷ എന്ന ശബ്ദത്തിൻ്റെയാണ് പൂഷ്ണേ. പൂഷ്ണേ, പൂഷ ശബ്ദ. പൂഷ എന്ന സൺ എന്നുള്ള അർത്ഥം, അത് ആകാരാന്തമാണ് അല്ലേ, ആകാരാന്തം. അപ്പം പൂഷ്ണേ, പൂഷ്ണേ നമഃ. പിന്നെ ഹിരണ്യഗർഭായ. ഹിരണ്യഗർഭായ അതും സൂര്യൻ്റെ പദമാണ്. ഹിരണ്യഗർഭായ നമഃ. മരീചയേ നമഃ. മരീചയെ, മരീചി. മരീചി എന്ന് പറഞ്ഞാൽ സണ്ണ്. മരീചയേ, മരീചയേ, മരീചി, മരീചി, മരീചയേ നമഃ. പിന്നെ ആദിത്യായ നമഃ. ആദിത്യൻ. ആദിത്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം അത് സൂര്യൻ. ആദിത്യായ നമഃ. ആദിത്യ അത് ആകാരാന്തമാണ്. സവിത്രേ നമഃ. സവിതൃ ശബ്ദ. സവിത്രേ അത് ഇങ്ങനെ മറ്റതുപോലെ തന്നെ. സവിത്രേ നമഃ. അർക്കായ നമഃ. അർക്കഹ അത് അകാരാന്തം. അർക്കായ നമഃ. ഭാസ്കരായ നമഃ. അപ്പോൾ ഈ പറഞ്ഞത് ഇതെല്ലാം സൂര്യൻ്റെ പര്യായ പദങ്ങളാണ്. അതിൻ്റെ ചതുർത്ഥി വിഭക്തിയിലുള്ളതാണ് ഈ പറഞ്ഞതെല്ലാം. മനസ്സിലായില്ല? അപ്പം നമഃ വന്നപ്പോൾ അതിൻ്റെ മുമ്പ് പ്രയോഗിച്ച എല്ലാ നാമങ്ങളും എങ്ങനെ വന്നു? ചതുർത്ഥി വിഭക്തിയിൽ വന്നില്ലേ? ഇതെല്ലാം പ്രഥമ അല്ല പിന്നെ ഏകവചനത്തിൽ വന്നിരിക്കുകയാണ്. ആ ചതുർത്ഥി ഏകവചനം. അപ്പോൾ അടുത്ത സർവാന്തേ. സർവാന്തേ എല്ലാത്തിനും ലാസ്റ്റായിട്ട് എന്ത് പറയുന്നു? ഓം സവിതൃ സൂര്യ നാരായണായ നമഃ. സവിതൃ സൂര്യ നാരായണായ, സവിതൃ സൂര്യ നാരായണായ നമഃ എന്ന് പറഞ്ഞാണ് ലാസ്റ്റ് നിർത്തുന്നത്. ആചാര്യ പറയുന്ന അത്യുത്തമം. അത്യുത്തമം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പിരിച്ചു പറയാം? അത്യുത്തമം, അത്യുത്തമം, അത്യുത്തമം. അതി പ്ലസ് ഉത്തമമാണ് അത്യുത്തമം. വളരെ നന്നായിരിക്കുന്നു എന്ന് പറയല്ലേ, വെരി ഗുഡ് എന്ന് പറയുന്നതാണ് അത്യുത്തമം. നന്നായിരിക്കുന്നു, വളരെ നല്ലത് എന്ന് കാണിക്കുകയാണ് അത്യുത്തമം. ഇതാനീം ഏകേന ശ്ലോകേന സൂര്യനമസ്കാരസ്യ ബഹൂനി പ്രയോജനാനി വദാമി. വദാമി, അഹം വദാമി. ആര് പറയുന്നു? അധ്യാപിക അല്ലെങ്കിൽ ആചാര്യ വദതി. വദാമി, അഹം വദാമി. വദാമി, വദാവഹ, വദാമഹ. അത് ഉത്തമ പുരുഷനാണ്. ഏകേന ശ്ലോകേന, ഒരു ശ്ലോകത്താൽ. ശ്ലോകേന എന്നുള്ള തൃതീയ ഏകവചനം, അതുകൊണ്ടാണ് ഏകേന എന്തു വന്നു തൃതീയ വന്നിരിക്കുന്നു. ഏകേന ശ്ലോകേന സൂര്യ നമസ്കാരസ്യ ബഹൂരി പ്രയോജനാനി. സൂര്യ നമസ്കാരത്തിന് ബഹൂരി പ്രയോജനാനി, ധാരാളം പ്രയോജനങ്ങളുണ്ട്. അത് അഹം വദാമി, ഞാൻ പറയുന്നു. ഭവന്തഃ ശൃണ്വന്തു അനുവദന്തു ച. ഭവന്തഃ നിങ്ങളെല്ലാവരും, ഈ ഇരിക്കുന്ന എല്ലാവരും ഇത് ചെയ്യുക. ശൃണ്വന്തു കേട്ടാലും. ഏതാണ്? ലോട്ടാണ്. ശൃണ്വന്തു. പിന്നെയോ അനുവദന്തു. അനുവദന്തു എന്ന് പറഞ്ഞാൽ കൂടെ പറയോ, പറയില്ലേ, അത് കൂടെ പറയൂ എന്ന് പറയില്ലേ, അത് റിപ്പീറ്റ് ചെയ്യാൻ പറയില്ലേ ഓരോ അതുപോലെ. അപ്പോൾ ഇത് രണ്ടും അനുവദന്തുവും ശൃണ്വന്തു എന്താണ്? ലോട്ടാണ്. എന്താണെന്ന് നോക്കിക്കോളൂ, കൂടെ പറയേണ്ടതാണത്. പിന്നെ അധ്യാപിക പറയുമ്പോൾ കൂടെ പറയണം. ആദിത്യസ്യ നമസ്കാരാൻ യേ കുർവന്തി ദിനേ ദിനേ ആയുപ്രജ്ഞാബലം വീര്യം തേജസ്തേഷാം ച ജായതേ. ആദിത്യസ്യ നമസ്കാരാത് യേ കുർവന്തി ദിനേ ദിനേ.
ആയുഹു പ്രജ്ഞ ബലം വീര്യം തേജസ്തേഷാം തേജഃ പ്ലസ് തേഷാം ച ജായത്തെ എന്നാണ്. അവിടെ ഒരെണ്ണം പിരിച്ചു പറയേണ്ടതുണ്ട്. തേജസ്തേഷാം 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 എങ്ങനെയാണ് പിരിച്ചു പറയുന്നത്? തേജഃ പ്ലസ് തേഷാം തേജഃ പ്ലസ് തേഷാമാണ് തേജസ്തേഷാം. അപ്പോൾ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, അതായത് ഒരു പോയോ എന്തെങ്കിലും വന്നോട്ടെ അതിനൊരു പ്രോസ് ഓർഡർ, അതായത് അന്വയഃ കാണും അല്ലേ. അപ്പോൾ ഇവിടുത്തെ അസ്മിൻ ക്രിയാപദം, അതിനകത്ത് ക്രിയാപദം ഏതാണ്? ജായതയും ഉണ്ട്, കുർവന്തിയും ഉണ്ട്. കുർവന്തി ഞങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. കുർവന്തി കരോതി കുരുതഃ കുർവന്തി ഡൂയിങ് എന്നുള്ള അർത്ഥം. താഴെ ഏറ്റവും ലാസ്റ്റിൽ ജായതേ, ജായതേ എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുന്നു എന്നോ അല്ലെങ്കിൽ വർദ്ധിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ അന്വയം എങ്ങനെ പറയാമെന്ന്. ആദ്യം ഏ ആരാണോ, ഏ ദിനേ ദിനേ ഓരോ ദിവസവും, ഏ ദിനേ ദിനേ ആദിത്യസ്യ നമസ്കാരാൻ കുർവന്തി. ഫസ്റ്റ് ലൈൻ്റെ ആയി. ഏ ദിനേ ദിനേ ആദിത്യസ്യ നമസ്കാരാൻ കുർവന്തി. ആരാണോ ദിവസവും ആദിത്യൻ്റെ സൂര്യൻ്റെ സൂര്യന് നമസ്കാരത്തെ കുർവന്തി ചെയ്യുന്നു. അടുത്ത വരിയിൽ വരുമ്പോഴത്തേക്ക് തേഷാം, ഇവിടെ പറഞ്ഞില്ല പിരിച്ചെഴുതിയ തേജസ്തേഷാം തേഷാം ആയുഹു, അവരുടെ ആയുഹു, ആയു എന്ന് പറഞ്ഞാൽ ആയുസ്, ആയുഹു പ്രജ്ഞ ബുദ്ധി, ബലം ശക്തി സ്ട്രെങ്ത്, വീര്യം ധൈര്യം എന്നൊക്കെ പറയാം, വീര്യം, തേജസ് ഐശ്വര്യം, പിന്നെ തേജഃ ച ജായതേ വർദ്ധിക്കുന്നു. ഇതെല്ലാം വർദ്ധിക്കുന്നു എന്ത് ചെയ്താൽ? ആദിത്യസ്യ നമസ്കാരം ചെയ്താൽ എന്നാണ്. ഈസിയല്ലേ അത്? ഏവം യോഗാസനേഷു സൂര്യനമസ്കാരഃ ഏകഃ ശ്രേഷ്ഠഃ ആസനക്രമഃ അസ്തി. യോഗാസനേഷു ശ്രേഷ്ഠഃ ആസനഃ കഹ, ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആസനം? സൂര്യനമസ്കാരഃ. അസ്തി, അസ്ഥി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അസ് ധാതുവാണ്, ലട്ടാണ്. അസ്ഥി സ്തഃ സന്തി. പുസ്തകം അസ്തി, തൂലിക അസ്തി എന്നൊക്കെ പറയില്ലേ, ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. സൂര്യനമസ്കാരേണ ശാരീരികം മാനസികം ആധ്യാത്മികം ച ബലം വർദ്ധതേ. ഏതിൻ്റെയൊക്കെ ബലം വർദ്ധിക്കുന്നത്? ശാരീരികം നമ്മുടെ ശരീരത്തിൻ്റെ, മാനസികം മെൻ്റലായിട്ടുള്ളത്, ആധ്യാത്മികമായി സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വർദ്ധിക്കുന്നു. വർദ്ധത എന്നുള്ളത് നിങ്ങൾ ഇത്ര നാൾ പഠിച്ച എല്ലാ പരസ്മൈപതി പദങ്ങൾ രണ്ട് തരത്തിലുണ്ട്. പരസ്മൈപതിയും ആത്മനേപതിയും. പരസ്മൈപതിയാണ് പഠിച്ചത്, പടത അതൊക്കെ പരസ്മൈപതി. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന വർദ്ധതയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. വർദ്ധന്തയാണ്, അത് ആത്മനേപതിയാണ്. അപ്പോൾ ഇവിടെ വർദ്ധിക്കുന്നു. എന്തൊക്കെയാണ് വർദ്ധിക്കുന്നത്? ശാരീരികം, മാനസികം, ആധ്യാത്മികം. കേന കാരണേന, എന്ത് കാരണത്താൽ? സൂര്യനമസ്കാരം ചെയ്തതിനാൽ. അതഃ സോ വയം പ്രതിദിനം സൂര്യനമസ്കാരം കരവാമ. വയം പ്രതിദിനം ഡെയിലി സൂര്യനമസ്കാരം കരവാമ. അത് കരവാമ എന്താണ്? അത് നിങ്ങൾ ലോട്ട് ഞാൻ ഒരെണ്ണം പറഞ്ഞു തന്നു. അതിൻ്റെ ലോട്ടിലെയാണ് കൃധാതുവിൻ്റെ ലട്ട് ഞാൻ എഴുതി തന്നു. കൃധാതുവിൻ്റെ ലോട്ടാണ് ലോട്ട്. കരോതു കുരുതാം കുർവന്തു.
കരോതു കുരുതാം കുറുവന്തു കുരുതം കുരുത. കരവാണി കരവാവ കരവാമ. ഇതാ മറ്റേ ഇതുള്ള വ്യത്യാസം കണ്ടോ? കരവാണി കരവാമ. ഇവിടെ കണ്ടിരിക്കുന്ന കരവാമയാണ്, കരവാമ. അപ്പം വയം വന്നാലാണ് കരവാമ. ആവാമാണെങ്കിൽ കരവാവ, അഹമാണെങ്കിൽ കരവാണി. അപ്പോൾ അതഹാസോ വയം പ്രതിദിനം സൂര്യ നമസ്കാരം ചെയ്യണം. അതൊരു ഇതായിട്ട് പറയുകയാണ്. സ്വസ്ഥം ശരീരം സ്വസ്ഥം മനഃ ച പ്രാപ്തവാമ. അതുപോലെ പ്രാപ്തവാമ, കരവാമ പോലെ പ്രാപ്തവാമ, പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് പ്രാപിക്കണം? സ്വസ്ഥം ശരീരം. സ്വസ്ഥം ശരീരം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ബോഡി. സ്വസ്ഥം ഹെൽത്തി ബോഡി. പിന്നെ സ്വസ്ഥം മനഃ ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ്. ഇതെല്ലാം എന്ത് ചെയ്യണം? പ്രാപ്നുവാമ, നേടിയെടുക്കണം. ഇതൊക്കെ ചെയ്തിട്ട് അസ്തു എന്നുള്ളതും ലോട്ടാണ്. പുനഃ അഗ്രിമകക്ഷായാം അന്യേഷാം ആസനാനാം വിഷയേ ജ്ഞാസ്യാമഹ. അതൊരു വേറൊരു ഇതാണ്. ലട്ടല്ല, അത് ഫ്യൂച്ചർ ടെൻസിനെ കാണിക്കുകയാണ്. ലിറിട്ട്. ഫ്യൂച്ചർ ടെൻസിനെ കാണിക്കുന്നതിന് എന്ത് പറയും? ലിറിട്ട്. അത് കുറെ കൂടെ വലിയ ക്ലാസ്സിൽ പഠിച്ചാൽ മതി. ലിറിട്ടാണ്. ലിറിട്ട് ഷോസ് എന്താണ്? ഫ്യൂച്ചർ ടെൻസ്. ഷോസ് ഫ്യൂച്ചർ ടെൻസിനെ കാണിക്കുകയാണ്. അത് ബാക്കി നിങ്ങൾ അത് വരെയൊക്കെ കുറച്ചുകൂടെ അടുത്ത വർഷമൊക്കെ പഠിച്ചാൽ മതി ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ അസ്തു പുനഃ അഗ്രിമ കക്ഷായം. കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ്. അഗ്രിമ കക്ഷയം വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോറും അന്വേഷ്യാം ആസനാന, മറ്റുള്ള ആസനങ്ങളുടെ വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. വിൽ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ കുട്ടികളെല്ലാം സന്തോഷമായില്ലേ? കുട്ടികളെല്ലാം എന്ത് പറഞ്ഞു? ഛാത്രാഹ എന്ത് പറഞ്ഞു? ധന്യവാദാഹ ആചാര്യേ, ധന്യവാദാഹ, നന്ദി, ഇതൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്, പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ? ഓരോ ആസനങ്ങളുടെ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. മിത്രായ നമഃ, രവയേ നമഃ, സൂര്യായ നമഃ, ഭാനവേ നമഃ, ഓം ഖഗായ നമഃ, ഓം പൂഷ്ണേ നമഃ, ഓം ഹിരണ്യഗർഭായ നമഃ, ഓം ആദിത്യായ നമഃ, ഓം സവിത്രേ നമഃ, ഓം അർക്കായ നമഃ, ഓം ഭാസ്കരായ നമഃ, ഓം സവിതൃസൂര്യ നാരായണായ നമഃ. ഇത്രയും അവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയുള്ള നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.